പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ഈ കാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒന്നുപോലെ കാണുന്ന ഒരു പൊതുബോധ രീതിയുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു ഒരു 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 അടിസ്ഥാനപരമായി ഉടനടി സഹായം എന്ന് പറയുന്ന പ്രക്രിയ. സാമൂഹിക പ്രവർത്തനം അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് അനേകം സ്വീകാര്യത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാമൂഹ്യ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ശക്തമായി നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പോലും ഇന്ന് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും മാറി കാരുണ്യ പ്രവർത്തനത്തിൽ ഊന്നൽ കൊടുക്കാറുണ്ട്. അവരെ തന്നെ പ്രത്യേക ട്രസ്റ്റുകൾ രൂപീകരിച്ച്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രത്യേക ട്രസ്റ്റുകൾ രൂപീകരിച്ച് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. പല പല കാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്ഷണം കൊടുക്കല്, വസ്ത്രം കൊടുക്കല്, ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തിയുടെ ഈ ദുഃഖങ്ങളിൽ അടിയന്തരമായി ഇടപെടുന്ന പ്രക്രിയ. അതിനെ ദാരിദ്ര്യത്തിന് പ്രശ്നമാണെങ്കിൽ ഭക്ഷണം എത്തിക്കുക എന്നുള്ള പ്രക്രിയ, വസ്ത്രങ്ങൾ നൽകുക, ഈ രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുക എന്നൊരു പ്രക്രിയ. യഥാർത്ഥം പറഞ്ഞാൽ അതൊരു മാനവീയ പ്രവർത്തനം തന്നെയാണ്, ഒരു സഹായം, മനുഷ്യത്വപരമായ സഹായം എന്നാണ്. ഇത് അനേകം സംഘടനകൾ ചെയ്യുന്നുണ്ട്, വ്യക്തികൾ ചെയ്യുന്നുണ്ട്, ഒക്കെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. അതൊരു വ്യക്തികളുടെ ഒരു സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. സാമൂഹിക പ്രവർത്തനത്തിൽ ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കാരണങ്ങൾ കണ്ടെത്തി ദീർഘകാല പരിഹാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണ് സാമൂഹിക പ്രവർത്തനം. അപ്പം വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു സാമൂഹിക പ്രവർത്തനമാണ്. ഒരു സമൂഹത്തില് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, സമൂഹത്തിലുണ്ട്. അതില് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ സാമൂഹിക പ്രവർത്തനമാക്കാം. നമ്മുടെ സമൂഹത്തില് ഈ സ്ത്രീകൾ സമത്വമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം അതൊരു സാമൂഹിക പ്രവർത്തനമാണ്. മനുഷ്യാവകാശ സംരക്ഷണം, മനുഷ്യന്റെ അവകാശങ്ങൾ, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളിലുള്ള പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക അല്ലെങ്കിൽ സമരം ചെയ്യുക എന്നുള്ളത് സാമൂഹിക പ്രവർത്തനമാണ്. സാമൂഹിക അസമത്വങ്ങൾക്ക് എതിരെ, അതായത് ഇന്ത്യ എന്ന സാഹചര്യത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള പ്രവർത്തനം ഒരു സാമൂഹിക പ്രവർത്തനമാണ്. അപ്പൊ നോക്കണമെങ്കിൽ കാരുണ്യ പ്രവർത്തനം ഒരു ഷോർട്ട് ടേം റിലീഫാണ്. ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സൊല്യൂഷനാണ്. അതായത് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് സാമൂഹിക പ്രവർത്തനം. ഈ കാരുണ്യ പ്രവർത്തനം നമ്മൾ സാമൂഹിക പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ബാധിക്കാം എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ബാധിക്കാം എന്ന് പറയാം. ഈ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങൾ കണ്ടെത്താതെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആണ് ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ ദാരിദ്ര്യം എന്ന പ്രക്രിയയിൽ പല പല കാരണങ്ങളും സമൂഹത്തിൽ ദാരിദ്ര്യം എന്ന പ്രക്രിയ ഉണ്ട്. അപ്പൊ അതിന് കാരണം കണ്ടെത്താതെ നമുക്ക് വ്യക്തികളെ സഹായിക്കുക എന്നുള്ള സാധനം മനസ്സിലായി. നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇന്ന് ചില മേഖലകളിൽ, ഈ ആരാധനാലയങ്ങളിൽ ഈ അന്നദാനം എന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. നമുക്ക് അത്ര ഭക്ഷണം ഇല്ലായ്മ അല്ല അതിന്റെ കാരണം, അന്നദാന പ്രക്രിയ എന്നുള്ളത്. ആ പേര് തന്നെ മനസ്സിലായില്ലേ, ഒരു പ്രത്യേക രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ജാതി വിവേചനം ശക്തമായി നിൽക്കുന്ന സംഭവമാണ് നമ്മുടെ സമൂഹം. അപ്പൊ ജാതി ഒരു യാഥാർത്ഥ്യമാണെന്നും ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെപ്പെട്ട ആൾക്കാർക്കാണ് ജാതി കൊണ്ട് ദുരിതം എന്നതും മനസ്സിലാക്കി ആണ് പ്രവർത്തിക്കേണ്ടത്. അപ്പം ജാതി വിരുദ്ധ പ്രവർത്തനം, അതായത് ജാതി ഈ താഴെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്താണ് കൂടുതൽ സ്വീകാര്യത. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ അസമത്വത്തിനെതിരെയുള്ള പ്രവർത്തനവും പ്രാതിനിധ്യമാണ് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യത്തിന് വേണ്ടി പ്രവർത്തനമാണ് യഥാർത്ഥ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് വരേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഘടനാപരമായി നോക്കുകയാണെങ്കിൽ ഈ ചൂഷണങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ ഈ സമരം ചെയ്യുക എന്നതാണ് സാമൂഹിക പ്രവർത്തനം. സഹായം, ചില വ്യക്തികളെ സഹായിക്കുന്നതാണ് കാരുണ്യ പ്രവർത്തനം.
അപ്പം ഇത്തരം പ്രവർത്തനം സഹായിക്കുന്ന രീതി കൂടുതൽ കൊണ്ടുപോയാൽ ഈ സാമൂഹ്യ പ്രവർത്തനത്തെ അത് ബാധിക്കാം. ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഈ കാരുണ്യ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും മനസ്സിലാക്കേണ്ടത്. നമുക്ക് അനേകം കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ട്രസ്റ്റുകളും വ്യക്തികളുമുണ്ട്. ചില ആത്മീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരൊക്കെ കാരുണ്യ പ്രവർത്തനം നേടി ദിവ്യാത്ഭുതവും കാണിച്ച് ആത്മീയ കേന്ദ്രങ്ങൾ ആൾക്കൂട്ടം ഉണ്ടായോ. പിന്നെ വരും കാലങ്ങളിൽ ശാസ്ത്രത്തിന്റെ വികസനം ഉണ്ടായപ്പോൾ പിന്തള്ളപ്പെട്ടപ്പോൾ അവർ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലമായി മുന്നേറിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിലെ വളരെയധികം സ്വീകാര്യത വന്നിട്ടുണ്ട്. അങ്ങനെ സ്വീകാര്യത വന്നാൽ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാരുണ്യം കൊടുക്കുന്ന ആൾ ഒരു അധികാരിയായി മാറും, ഉടമ. കാരുണ്യം ലഭിക്കുന്ന ആൾ ഒരു അടിമയായി മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവർ ഒരു ഡിപ്പെൻഡന്റ് സൊസൈറ്റിയായി മാറും. അതായത് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും എന്ന രീതിയിൽ മാറും. അതല്ല ആവശ്യം. നമുക്ക് സമത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനുവേണ്ടി കാരുണ്യ പ്രവർത്തനമല്ല സമൂഹത്തിൽ നടക്കേണ്ടത്, സാമൂഹ്യ പ്രവർത്തനമാണ് നടക്കേണ്ടത്. എന്നാലും വ്യക്തികൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ചില സഹായങ്ങൾ ചെയ്യുന്നത് മനുഷ്യത്വപരമായ പ്രവർത്തനമായി കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്യന്തികമായ പ്രവർത്തനം എന്നത് സാമൂഹിക പ്രവർത്തനമാണ്. സൊല്യൂഷൻസ്, ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രവർത്തനമാണ്. ഈ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത് ആരോഗ്യ രംഗത്താണ്. ആരോഗ്യ രംഗത്തിൽ ചികിത്സാ സഹായം നൽകലാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മനസ്സിലാക്കാം. വ്യക്തികൾക്ക് ഉടൻ സഹായം കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ വേണ്ടി പെട്ടെന്ന് ഒരു സർജറിയോ ഒക്കെ വേണം സഹായം ചെയ്തിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ മാത്രമല്ല ചെയ്യേണ്ടത്. സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് രോഗത്തിന് കാരണമായ, അപ്പൊ നമ്മളിപ്പം മലിനജലത്തിന്റെ ഫലമായി രോഗങ്ങൾ വരാറുണ്ട്. അപ്പം ശുദ്ധമായ കുടിവെള്ളം എത്തിക്കേണ്ടവരുള്ള പ്രവർത്തനം, ശുദ്ധമായ കുടിവെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ നികുതി കൊടുക്കുന്ന സർക്കാരുകളാണ്. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണ് സാമൂഹിക പ്രവർത്തനം. ഇനി ഈ രോഗങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? ഈ വാക്സിനേഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വാക്സിനേഷൻ എല്ലാവർക്കും എത്തിക്കുക, വാക്സിൻ പ്രവർത്തനത്തിന് ഏർപ്പെടുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. ഒരു കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് പെട്ടെന്ന് സഹായം കൊടുക്കുക എന്നുള്ളത് ഒരു കാരുണ്യ പ്രവർത്തനമാണ്. പക്ഷെ എല്ലാ കുട്ടികളെയും സഹായിക്കുക, കുട്ടികൾക്ക് രോഗം വരാതിരിക്കുക, വാക്സിനേഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒന്നല്ല, അത് രണ്ടാണ്. ഒന്ന് ഷോർട്ട് ടൈം റിലീവ്, ചെറിയ സമയത്ത് കിട്ടുന്ന ഒരു സഹായമാണ്. മറ്റത് ലോങ് ടേം സൊല്യൂഷനാണ്. നമുക്ക് സമൂഹത്തില് ഈ ലോങ് ടേം സൊല്യൂഷനാണ് എത്തേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. സാമൂഹ്യ പ്രവർത്തനമാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.